ഇന്ന് രാവിലെ തന്നെ നല്ലൊരു കിടുക്കാച്ചി പണി കിട്ടി കേട്ടോ. ചായ തിളപ്പിക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്തതാ. ഗ്യാസ് ഇല്ല, ഗ്യാസ് തീർന്നു പോയി. ആഹാ, അടിപൊളി. എന്നാ പിന്നെന്താ അടുപ്പ് കൂട്ടി അങ്ങ് ചായ തിളപ്പിക്കാന്ന് വിചാരിച്ചേ. ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാനായിട്ട് പോയിരുന്നപ്പോ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞപ്പന്റെ വേല കണ്ടോ. മോളുടെ സൈക്കിളിനകത്ത് കയറി ഇരിക്കുക. ഞാൻ ക്യാമറയായിട്ട് ചെന്നപ്പോ ഇന്ന് എൻ്റെ ഫോട്ടോ ഇതാ ആവശ്യത്തിന് എടുത്തോ എന്ന് പറഞ്ഞ് ദേ കിടക്കുന്നു. അവിടെ മാറിയിരുന്നു പല ഷേപ്പിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം അവൻ ഒപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നിനക്ക് എത്ര വേണേലും ഫോട്ടോ എടുക്കാന്ന്. എടുത്ത് തീർന്നില്ലേ എന്നാൽ ഇതും കൊണ്ട് പോ എന്നുള്ളതായിരിക്കും ഈ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. കുറച്ച് നേരം കൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത്. അപ്പോൾ അവൻ അവിടെ സമാധാനത്തോടെ എൻ്റെ പൊന്നെ ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് നക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുവാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു മഴ അങ്ങ് പെയ്യാൻ തുടങ്ങിയത്. ചേട്ടൻ പിന്നെ കടയിൽ പോയി കടലക്കറിയും ഇടിയപ്പവും വാങ്ങിച്ചുകൊണ്ട് വന്നേ. വെളിയിലിട്ട് വെക്കാൻ ഒരു രക്ഷയില്ല, അടുപ്പൊക്കെ നനഞ്ഞു പോയില്ലേ. അങ്ങനെ ഞങ്ങൾ ഇടിയപ്പം കടലക്കറിയൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ ദേ മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനി എങ്ങനെയാണ് ഞാൻ കഞ്ഞി വെക്കുക? അങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ താ നോക്കിക്കേ, രാവിലെ ചായ തിളപ്പിച്ച അടുപ്പൊക്കെ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നത്. മഴയാണെങ്കിലോ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ വരുന്നു ദേവദൂതനെ പോലെ ഒരാള്. ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ദേ അതും കൊണ്ട് ഗ്യാസുകാരൻ ചേട്ടൻ വന്നതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പൊളിയല്ലേ, അടുക്കളയിലോട്ട് അങ്ങ് ഒരു കയറ്റം കയറി. എന്താ ആദ്യം ചെയ്തതെന്നറിയോ? എന്തായാലും രാവിലെ കുറച്ച് ടെൻഷൻ അടിച്ചല്ലേ, ഇച്ചിരി പായസം കുടിച്ച് അങ്ങ് സന്തോഷമായേക്കാന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.